Hello friends, welcome to Shamsi's Kitchen. ഷവർമയുടെ ടേസ്റ്റിലുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. ഷവർമ ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു സ്നാക്ക് തീർച്ചയായും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നമ്മളിവിടെ 10 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും 2 എണ്ണം എടുത്തിട്ട് നമുക്ക് ഒരു കുപ്പിയുടെ അടപ്പ് കൊണ്ട് നന്നായിട്ട് ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്ക് എടുത്തു വെച്ചിട്ട് ഇതുകൊണ്ട് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇത് മുഴുവനും ഒന്ന് ചെയ്തെടുക്കാം. നമ്മളിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സൈഡിലെ ബ്രെഡ് പീസുകളൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡ് ഓരോന്നും നന്നായിട്ട് തന്നെ നമ്മൾ മുട്ടയിൽ മുക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡൊക്കെ നമ്മൾ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം. എന്നാലുള്ളൂ ബ്രെഡ് പോക്കറ്റിൻ്റെ ആ ഷേപ്പിൽ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു ഗോൾഡൻ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമ്മളിത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ നിറത്തിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇങ്ങനെ നമുക്കിത് മുഴുവനായിട്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ നമ്മൾ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്കും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ പാനിൽ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിവിടെ 1 കപ്പ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് കുക്കാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് 3 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ക്യാപ്സിക്കം ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഷവർമ മസാലയ്ക്ക് കിട്ടുന്നത്. നമ്മൾ ചിക്കൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് കക്കരിക്ക ചെറുതായി അരിഞ്ഞതും 1 തക്കാളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സവാളയുടെ പകുതി ചെറുതായി കട്ട് ചെയ്തതും 1/4 കപ്പ് കാബേജും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മയോണൈസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മയോണൈസ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ.
ഒരു നാരങ്ങയുടെ പകുതി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മയോണൈസിൽ ഓൾറെഡി ഉപ്പുണ്ടാവും, അപ്പോൾ നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ മയോണൈസ് വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പം നമ്മുടെ ടേസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് ബോൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓരോ പോക്കറ്റിലേക്കും ഷവർമ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്രെഡ് പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈവനിങ്ങിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്